ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ടില്ലേ ശരിക്കും? ഇനി കഴിച്ചാല് അനക്ക് അസുഖം വരില്ലല്ലോ കേട്ടോ. അതൊക്കെ ഭ്രാന്താവൂട്ടോ. ഇനി കഴിക്കില്ലല്ലോ. അല്ല ഞാൻ പറഞ്ഞാടാ, ഈ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടെ എല്ലാരും. നീ ഇനി അതും ഇതും മേടിച്ചു കൊടുത്ത് ഇയാളെ നശിപ്പിക്കരുത്. എല്ലാരും ജോസൂട്ടി നീ சொல்ற നാനാ വാങ്ങി കൊടുക്കുന്നത് എനിക്ക് തന്നെ വാങ്ങി തരരുത്. കുടിക്കാതിരുന്നാ മതി. അതെ ഇനി കഴിക്കില്ല. ഇപ്പൊ എനിക്ക് അതിന്റെ മണം കേട്ടാ പോലും ഭയങ്കര കുഴപ്പമാണ്. അതെ മണം കേട്ട കുഴപ്പമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കാശ് കൂടിയ സാധനം മണം ഇല്ലാത്തത് വരുന്നത്. അത് വാങ്ങി അടിക്കും. എന്റെ ഈ ദജ്ജാലി പറഞ്ഞത് ചെങ്ങായി ആ ചെങ്ങായിയുടെ അടുത്തേക്ക് ഇതൊന്നും കൊണ്ടുവരരുത്. അത് ഞാൻ കൊണ്ടുവരണ്ടല്ലോ. കൊടുക്കണ്ട. കേറ് കേറ് കേറി 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 ഇരിക്കട്ടാ. കേറി ഇരിക്കാൻ പറ്റൂല. ഇരുന്നാ വണ്ടി എടുക്കേ. പോട്ടെ പോട്ടെ. എവിടേക്കല്ലെങ്കിൽ കേറണേ. അപ്പൊ ഞാൻ വര വേണമാ? ഞാൻ വര വേണമാ? ബസ്സിന് വന്നാ മതി. ഇതെല്ലാം തൂക്കിട്ട് എപ്പടി ബസ്സിന് വരരുത്? അളിയ 4 പേര് കേറാൻ പറ്റില്ല. ഇതില് 3 പേര് തന്നെ പോവാൻ പാടില്ല. 3 പേര് അപ്പുറത്തെ വളവിൽ ചെക്കിങ് കിടക്കുകയാണ്. പോലീസിന്റെ എന്ത് ചെയ്യും? നമുക്കൊരു ഒരാൾ പോകെ നീതി 2 പേര് ഇറങ്ങി നമുക്ക് 3 പേർക്കും ബസ്സിൽ പോകാം. ബസ്സിന് അങ്ങോട്ട് മാറിയിരിക്കാണ്ട് അവര് ചെക്കിങ് കഴിഞ്ഞിട്ട് പോകുമ്പോ പോവാം. അത് മതി അത് മതി. അവിടെ ഒരു കടപ്പുറം ഉണ്ട്. അവന്മാരിഞ്ഞ എപ്പോൾ റോട്ടിൽ നിന്ന് പോകാനാണ്. കുറച്ചു നേരം നമുക്ക് നോക്കാം, പിന്നെ അങ്ങോട്ട് പോവാ. പിടിക്കട്ടെ. എന്താ വരിക? മതി. കടലേ നീലക്കടലേ. കടല വെക്കാൻ വന്നവിടാ. പക്ഷെ കടപ്പുറം എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നമ്മൾ ടൂർ പോയ കടപ്പുറം. അതൊരു മുതലാ. അത് കടപ്പുറം. അത് ബീച്ചല്ലേ, ഇത് വെറുതെ ഒരു കടപ്പുറം. ഓണ്ട് അതൊക്കെ കണ്ടേക്കണേ. അന്ന് ഫുൾ വിറ്റല്ലായിരുന്നു മൂപ്പര്. ഞാനൊരു കാര്യം ആലോചിക്കാടോ. കള്ളുകൂടി നിർത്തി കഴിഞ്ഞപ്പോണ്ടല്ലോ നല്ല ആശ്വാസമുണ്ട്. തന്നെയാണ് ഞങ്ങൾ ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന എന്നോടേ. അതെ, കള്ള് കുടിക്കാതെ നിങ്ങൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ടല്ലോ. ഈ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കള്ളു കുടിച്ചിരുന്നേ. അതിന് കാര്യമില്ല, കള്ളു കുടിക്കുമ്പോഴുള്ള വേറെ സന്തോഷാ. ആ സന്തോഷമാണ് എന്നെ ഇപ്പൊ ഈ കോലത്തിലാക്കിയായി. ഞങ്ങളുടെ സന്തോഷം എന്നും ഇങ്ങനെ നിന്നോളൂ. പിന്നെ ഞായറാഴ്ചയൊക്കെ നമുക്ക് ഒരാഴ്ച അടിക്കാം. അല്ലെന്നാ അത് നമ്മ ആളുകളുടെ തുണി പറിക്കാനല്ല ഒരു സന്തോഷം. ആ സന്തോഷമാണ് ഇപ്പൊ എങ്ങനെ ആക്കിയതേ. അത് വേണ്ട എന്നെ പറഞ്ഞേ. ഇല്ല അതെ, എന്നെ ഇനി ഈ വക പരിപാടിക്ക് കിട്ടില്ല. വിളിക്കേ ചെയ്യരുത്. ആര് വിളിക്കണം? കൊള്ള അത്രയും ശല്യം പോയി കിട്ടി. എന്താ ഈ കല്ല് നോക്കിയേ, മീൻ മലയിലിടണത് കണ്ടിട്ടുണ്ട്. ഇത് എന്ത് ഈ കല്ല് വലയിലിട്ടത് ആരെ ആദ്യമായിട്ട് കേട്ടോ. അത് വലയിട്ടേക്കല്ല, തെരടിക്കുമ്പോ ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിട്ട്. കല്ല് ചാടി പോയിരിക്കും. കല്ലിനും ജീവണ്ടോ? വാസുക്കേ ഇതാരാ നോക്കി? ഒരു 50 രൂപ കൊടുക്ക സാർ. ഇതെങ്ങനെ ഇവിടെ വന്നു? പസിക്കുത് ഹോസ്പിറ്റലിൽ നിന്ന് പറയാം സാർ, ഉടമ്പ് ശരിയില്ല. അല്ല, കുറച്ചു മുമ്പ് അവിടെ ഉണ്ടായിരുന്നല്ലേ? ഇയാളെ കൊണ്ട് ജീവിക്കാൻ പറ്റാതെ ഇത് എങ്ങനെ എത്തിയാള്? എന്താ കാണിക്കാൻ? ആളുടെ കാശ് വയ്ക്കണ്ടോ? 50 രൂപ കൊടുക്കളെ. കാശൊന്നുമില്ല, പോടോ. അല്ല തണ്ടും തടി ഉണ്ടല്ലോ. 10 രൂപ താങ്കളെ സാർ. പോടോ പോടോ. 10 രൂപ. അയ്യോ ദേ കാശ് വയ്ക്കാണ് കേട്ടാ. ഇതാ പുതപ്പൊക്കെ മൂടി പൊതച്ച് ഇതാ ധർമ്മക്കാരൻ വരി തന്നെ ഉണ്ട് കാണുമ്പോ. എന്താ പ്രാന്തണ്ടോ? വിളിച്ചാലോ നമുക്ക് ഇങ്ങോട്ട്? എന്നിട്ട് ഞാൻ ഉള്ള സൗകര്യക്കേട് കളയാനാ പുള്ളിയുടെ? അവനക്ക് എന്താ സൗകര്യക്കേട്? നമ്മുടെ സൗകര്യക്കേട് നാണം കെടുത്തോട്ടെ. അതെ അയാളെ ആ വരവ് നോക്കിയ കുടുംബാസൂത്രണം കഴിഞ്ഞായിരുന്നു ആരും. അല്ല അളിയാ നീങ്ക ഇങ്ക. അല്ല, അളിയൻ എങ്ങനെ ഇവിടെ എത്തി? നിങ്ങൾ എന്നെ കൂട്ടാണ്ട് പോയില്ലേ? അപ്പൊ ഞാൻ വേറൊരു വണ്ടിക്ക് കൈ കാട്ടി. അവരെന്നെ എത്തിയിട്ട് നേരെ കടപ്പുറത്തേക്ക് വന്നു. അപ്പൊ ഞാൻ ഇങ്ങ വന്ന് ഉക്കാന്നു. അല്ലാണ്ട് എന്നെ പണ്ടത്. അളിയ വണ്ടിയിൽ 4 പേരിരിക്കൂല. ഞാൻ ഇവരെ ആക്കിയിട്ട് അളിയനെ കൂട്ടാൻ അങ്ങോട്ട് പുറപ്പെടായിരുന്നു. നീയേ ഇതെടുത്താ ഒന്നുമില്ല. ഈ എന്താ അവിടെ കിടന്ന് കാട്ടിരുന്നത്? അവിടെ ആരോടാ പൈസ വെച്ചില്ലേ? കാശ് വെച്ചിരുന്നല്ലേ? ഒരു പൈസ അതെ ഞാൻ ഇതൊക്കെ കാശ് വെക്കണം. നീ തന്നെ എനിക്ക് 50 രൂപ കൊടുത്തിട്ടില്ലേ ബസ്ക്ക് വരണത്? പിന്നെ കാശ് തണ്ടാനും തുടങ്ങി എനിക്ക്. ഇല്ലളിയാ, അയാളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിരുന്നല്ലോ, അങ്ങനെ കൈകൊണ്ട്. അത് ഏൻ തെരയുമാ, പസിക്കുത്
அப்ப சாப்பிடுறதுக்கு ஹோட்டல் இங்க இருக்குதான்னு கேட்டேன். ഹോട്ടലിൽ ചോദിച്ചത് അങ്ങനെ அதுல 50 ரூபாய்க்கு சாப்பாடு எங்க கிடைக்குன்னு കേട്ടെ. പിന്നെ എന്തിനാ അയാൾ 50 റുപ്യ നിനക്ക് തന്നത്? ഞാൻ ചോദിച്ചു, പക്ഷെ അയാൾ തന്നില്ല. അപ്പൊ ഇതല്ലേ ചോദിച്ചില്ല എന്ന് പറഞ്ഞേ. அது நான் சாப்பாட்டுக்கல்ல. എന്താ பாராளியா இந்த கடப்பறம் நல்ல தணுப்பா இருக்குது. இங்க ஒரு கோட்டர் வாங்கி அடிச்சு இப்படி படுத்துட்டு வச்சுக்கோ. எப்படி இருக்கும்? அதுக்கு 50 രൂപ പത്തില്ല. അതിനാല அந்த ആളുകിட்ட 50 രൂപ കേട്ടെ. അവൻ കേട്ടു. ഓട്ടർ മേടിച്ചടിച്ച് കിടക്കണേന് തെണ്ടണ എന്തിനാണ് പറഞ്ഞാ പോരാളിയന് നാണം വേണ്ട ഇത്, നാണം ആസില്ല, അതിനാലതാ. അണ്ണൻ പറഞ്ഞത് ശരി, സത്യമൊക്കെയാണ് അത്, ശരിയാണത്. കടപ്പുറത്ത് തല്ലി നല്ലതാണ്. അതെ, ഇഷ്ടായില്ലേ? അങ്ങോട്ട് പോയിക്കടാ. അവരെ തിട്ടാതെ, അവർ എന്നെ മാതിരി അറിവാളി. யோசிட்டி வா, നമുക്ക് രണ്ടുപേർക്ക് അങ്ങ് പോയി ഉட்கார்ந்துட்டு கொஞ்ச നേരം பேசலாம். ഇവർ ഇങ്ങ ഇരിക്കട്ടെ. പേസലാം. വാ. എന്താ പേസലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. പേസലാം. അതാണ്. രണ്ടാളും കൂടി ഇരിക്കുമ്പോഴേ അല്ല, അത് പിന്നെ ഞാൻ ജോസൂട്ടിനല്ലാതെ നിങ്ങളെ വിളിക്കാൻ പറ്റുമോ? ഇവരാണെങ്കിൽ തണ്ണുകടി നിർത്തി, നിങ്ങൾ തുടരതേ ഇല്ല. അവൻ താ എനിക്ക് ഫ്രണ്ട്. വാ. ഇപ്പൊ വേണ്ട, പിന്നെ എടാ ചെങ്ങായി, ഒരു ആളിയെ ഇപ്പൊ മദ്യപാനം നിർത്തിയിട്ട് വന്നേക്കാണ്. ഇജപ്പൊ ആളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോവാ. അതിന് ഞാൻ അളിയനെ വിളിച്ചില്ലല്ലോ, ഞാൻ ജോസൂട്ടിനല്ലേ വിളിച്ചത്. ഞങ്ങള് രണ്ടാളും കൂടെ ഉള്ള കാരണമാണ് ഇപ്പൊ അവൻ നിയന്ത്രിച്ച് നിർത്തണത്. ഇനി ആ കൂടെ ഉള്ള ആൾക്കാരെ ഈ കൊണ്ടുപോയി കുടിപ്പിച്ചു കഴിഞ്ഞാൽ ഓനക്കും തോന്നില്ലേ കഴിക്കാന്? അതെ, നമ്മ ഇനി വാസൂട്ടിന്റെ മുമ്പിലിരുന്ന് കഴിക്ക വേണ്ട, അവന് പ്രചോദനം വരും. ആർക്ക്? വാസൂട്ടി. പിന്നെ അന്താള് കഴിക്കാൻ വരും. ഇപ്പൊ നല്ല മനിത. இந்த ஜோசூட்டி ஒரு ஸ்காட்ச் விஸ்கி முன்னில கொண்டு வந்து வெச்சு பாரு, அப்ப தெரியும் ഈ ആളി എപ്പടിന്ന്. അതെ, ഒരു കാര്യമുണ്ട്. നീ വെറുതെ ഇനി അത് വെള്ളടി അത് ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. എന്നെ ഇനി വടക്കാക്കാത്തരുത്. അല്ല, ഞാൻ പറഞ്ഞ ബെസ്റ്റ് അളിയ. ഒന്ന് ആലോചിച്ച് നോക്കിയാ, മദ്യപാനം നിർത്തിയിട്ട് അളിയൻ വന്നിക്ക ഒരു സ്കോച്ച് വെച്ച് കൊടുത്ത് നോക്കുക, അപ്പൊ തുടങ്ങുന്നു. ഈ ജാതി ടീമാണ് അളിയന്മാര്. എന്റെ പരീക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാ മനസ്സിളകുമെന്ന് അറിയണമല്ലോ. ഒരു കാര്യം തീരുമാനിച്ചതാണ്. എന്നെ തീരുമാനിച്ചേ. ഇനി കഴിക്കൂല, അതന്നെ കഴിക്കണ്ടോ? അനക്കൊന്നും ഇനി ഓനെ കിട്ടൂല കേട്ടോ. ഇജ്ജ് വേറെ വഴി നോക്കോ, നീ വേറെ അളിയനെ കണ്ടെത്തിക്കോ. അളിയ അവിടെ കിടന്ന് തിരിയണ്ട, ബസ്സിന് പോയിക്കോ. അല്ല, ഞാൻ ബസ്സിനെ പോവാ. വീട്ടിൽ പോ. ഈ സാധനൊക്കെ വീട്ടിൽ കൊണ്ടുപോയി ബസ്സിൽ കയറി പോയാൽ മതി. നിങ്ങൾ വണ്ടിയിൽ വന്നല്ലേ, എന്നെ കൂട്ടാതെ വന്നല്ലേ, എന്നെ നോക്കണ്ട, നിങ്ങൾ പൊക്കോ. അണ്ണാ, ബസ്സിൽ പോയിട്ട് അവിടെ പോലീസ് വഴിയിലില്ലേ വിളിച്ചു പറയണോ എന്നോട്, അല്ലെങ്കിൽ ഞങ്ങളെ പോലീസ് പോക്ക് 3 പേര് വന്ന അതാണ്. ഇവിടെ പിടിക്കട്ടും, അത് എനക്കെന്നെ എന്നെ വേണാന്ന് വെച്ച് പോണവരല്ലേ. ഞാന് സായന്ത്രത്തുക്കുള്ള വരാന്ന് சொல்லு മാമിക്കിട്ട. അത് വിറ്റ് കുടിക്കരുത് കേട്ടോ. ഇതേ, അത് വിറ്റിട്ട് മദ്യം മേടിച്ച് കഴിക്കരുത്. ഞാൻ അന്തമാരി ആളെന്നല്ലേ. പോട്ടെ. നമ്പർ കൊടു. എന്താ 50 രൂപയിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടാണോ? എന്ത് തീമാട ചങ്ങായി ഇത്. ഞങ്ങളെ കെട്ടിക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരുത്തനെ തന്നെ കിട്ടണം. ഈ ജാതി ടീമുകളെ കണ്ട പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും?